ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മുടെ ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ട് നമുക്ക് കറക്റ്റായി നമുക്ക് ഡാർട്സ് ഒക്കെ തയ്ച്ചുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് കറക്റ്റ് അളവിൽ തയ്ച്ചെടുക്കാൻ കഴിയുക എന്നാണ് നമ്മൾ ഇന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ ഡാർട്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഡാർട്സ് നമുക്ക് രണ്ട് ഭാഗത്തേക്കും കറക്റ്റ് അളവിൽ കിട്ടണം. അതിനുവേണ്ടി നമുക്ക് ഇതുപോലെ ഒരു സൂചി കൊണ്ട് ഇതുപോലെ കുത്തിയാൽ, ഈ ഒരു മാർക്കിങ്ങിൽ ഇതുപോലെ ഒന്ന് കുത്തിയാൽ നമുക്ക് രണ്ടാമത്തെ ഭാഗത്ത് നമുക്ക് കറക്റ്റ് അളവിൽ നമുക്ക് ഈ ഒരു ഡാർട്സിനെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാൻ കഴിയും. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ബ്ലൗസിൻ്റെ ഇടുപ്പളവ് വരുന്നത് 32 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4 ഭാഗം 8 ഇഞ്ച്, അതിനുശേഷം ഒരു 3/4 ഇഞ്ച് നമ്മുടെ ബാക്ക് ഡാർട്സ് അടിക്കുവാൻ വേണ്ടി കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് 3/4 ഇഞ്ചാണ് നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് നമുക്ക് ഡാർട്സിന് വേണ്ടി നമുക്ക് തയ്ച്ചെടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ നേർപകുതി രണ്ട് ഭാഗത്തേക്കും 1/4 ഇഞ്ച് പോയിന്റ് വീതം നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ മാർക്ക് ചെയ്യുക. നിങ്ങൾക്കത് കറക്റ്റ് മനസ്സിലാകുവാൻ വേണ്ടിയാണ് ആ ഒരു മാർക്കിംഗ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ മടക്കി നമുക്കത് തയ്ച്ചെടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഇതുപോലെ നേരെ ഇതുപോലെ മടക്കിയെടുക്കുക. കണ്ടോ, നമ്മുടെ ഈ ഒരു സൈഡ് ഭാഗം കണ്ടോ, ഇതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെച്ച് നമുക്കിതുപോലെ മുകളിലേക്ക് ഇതുപോലെ മടക്കി പ്രസ് ചെയ്ത് വെച്ച് ഇവിടെ നിന്ന് ഒരു 1/4 ഇഞ്ച് പോയിന്റ് വീതിയിൽ ഈ ഒരു മാർക്കിലേക്ക് കണ്ടോ ഇതുപോലെ ചെരിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ഇതുപോലെ ചെരിച്ചുകൊണ്ട് ഇങ്ങനെ തയ്ച്ചെടുക്കുക. കേട്ടോ, ഇവിടെ നിന്ന് ഈ ഒരു മാർക്കിലേക്കാണ് തയ്ച്ചെടുക്കേണ്ടത്. കേട്ടോ, ഇവിടെ നിന്ന് കറക്റ്റ് 1/4 ഇഞ്ച് പോയിന്റ് വീതിയിൽ സ്റ്റിച്ചിങ് തുടങ്ങി ഇതുപോലെ ഈ ഒരു പോയിന്റിലേക്ക് തയ്ച്ചെടുക്കുക. അതുപോലെ തന്നെ ഇവിടെ കണ്ടോ ഒരു 1/2 ഇഞ്ച് നൂല് വിട്ടതിന് ശേഷം മാത്രം നമ്മൾ ബാക്കി ഭാഗം കട്ട് ചെയ്ത് മാറ്റുക. കേട്ടോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ സൈഡും അതുപോലെ തന്നെ കറക്റ്റ് പിടിച്ച് കണ്ടോ ഇതുപോലെ പിടിച്ച് ഈ ഒരു മാർക്കിലേക്ക് നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് കറക്റ്റ് ആദ്യത്തെ ഡാർട്സ് ചെയ്തതുപോലെ തന്നെ 1/4 ഇഞ്ച് പോയിന്റിൽ തുടങ്ങി നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. ഇനി നമുക്ക് ഈ ഒരു ഡാർട്സിനെ നമ്മുടെ സൈഡ് ഭാഗത്തേക്ക് നമുക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ സൈഡ് ഭാഗത്തേക്കാണ് പ്രസ് ചെയ്ത് വെക്കേണ്ടത്. കണ്ടോ, ഇതുപോലെ രണ്ട് ഭാഗവും കറക്റ്റ് ഇതുപോലെ പ്രസ് ചെയ്ത് വെക്കുന്നു. അപ്പം നമ്മുടെ നല്ല വശം കണ്ടോ ഇതുപോലെയാണ് കിട്ടുക. ഇനി നമുക്ക് നമ്മുടെ ഇടുപ്പളവ് വരുന്നത് ഇവിടെ നിന്ന് ഇവിടെ വരെ നമുക്ക് 32 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ നേർപകുതിയാണ് ബാക്ക് ഭാഗത്തുണ്ടാകുക 16 ഇഞ്ച്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ ടേപ്പിനെ നമുക്കിതുപോലെ കറക്റ്റ് പിടിച്ചാൽ നമ്മുടെ ഈ ഒരു മാർക്കിലേക്ക് 16 ഇഞ്ച് കണ്ടോ കറക്റ്റായി കിട്ടണം. കേട്ടോ, അപ്പോൾ നമുക്ക് ഡാർട്സ് കറക്റ്റായി തയ്ച്ചാൽ നമുക്ക് അതുപോലെ കിട്ടും. ഇനി നമുക്ക് ബാക്ക് ഹെമ്മിങ് ചെയ്യാനുള്ള പീസാണ് വേണ്ടത്. നമ്മളിത് 1.5 ഇഞ്ച് വീതിയിലാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ആദ്യം ഒരു 1/4 ഇഞ്ച് വീതിയിൽ ഇതുപോലെ മടക്കി ഒരു സ്റ്റിച്ചിൽ ഒന്ന് തയ്ച്ചു കൊടുക്കുക. കണ്ടോ, ഇതുപോലെ സൈഡിൽ കൂടി ഈ ഒരു പീസിൻ്റെ എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ കറക്റ്റ് തയ്ച്ചു കൊടുക്കുക. കണ്ടോ, ഇതുപോലെ തയ്ച്ചു കൊടുക്കുന്നു. കണ്ടോ, അപ്പം നമുക്ക് ഇതുപോലെയാണ് ഉണ്ടാവുക. കണ്ടോ, ഈ ഒരു സൈഡ് മാത്രം തയ്ച്ചു കൊടുക്കുന്നു. ഇനി നമ്മുടെ ബ്ലൗസിൻ്റെ നല്ല വശം ഇതുപോലെ മുകളിൽ വെച്ച് ഈ ഒരു പീസ് ഇതുപോലെ വരുന്ന ഭാഗം ഇവിടെ വെച്ച് നമുക്ക് അല്പം കണ്ടോ ഇതുപോലെ വെച്ചുകൊണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു ടക്ക് നമ്മുടെ ഈ ഒരു ഡാർട്സ് തയ്ച്ചിട്ടുള്ള ആ ഒരു ഭാഗമില്ലേ, ആ ഒരു ഭാഗത്ത് നമുക്ക് ചെറിയൊരു പ്ലീറ്റ് കൊടുക്കാം. ചെറിയൊരു പ്ലീറ്റ്, ഒരു പോയിന്റ് പോലും വണ്ണമില്ലാത്ത രീതിയിലുള്ള പ്ലീറ്റാണ് കൊടുക്കേണ്ടത്, കൂടുതൽ കൊടുക്കാൻ പാടില്ല. എന്നിട്ട് നമുക്ക് നേരെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് രണ്ടാമത്തെ ഡാർട്സിൻ്റെ ഈ ഒരു ഭാഗത്തും കണ്ടോ ഈ ഒരു ഡാർട്സിൻ്റെ ഭാഗത്തും നമുക്ക് അതുപോലെ തന്നെ ചെറിയൊരു പ്ലീറ്റ് നമുക്കിവിടെയും കൊടുക്കാം. കണ്ടോ, ഇതുപോലെ കൊടുത്ത് നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം. കണ്ടോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. ഇനി നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്ത ഭാഗം കണ്ടോ നല്ലവണ്ണം ഇതുപോലെ ഒന്ന് നഖം വലിച്ചു കൊടുക്കുക. ഇതുപോലെ നഖം വലിച്ചു കൊടുത്ത ശേഷം ഈ ഒരു സൈഡിൽ കൂടി നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള പീസിൻ്റെ മുകളിൽ കൂടി സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്യുക. കണ്ടോ, ഇതുപോലെ വെച്ച് ഈ ഒരു സൈഡിൽ കൂടി കറക്റ്റ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു. ഇനി നമുക്ക് ഈ ഒരു പീസിനെ ഇതുപോലെ ഉൾവശത്തേക്ക് മടക്കി കണ്ടോ ആ ഒരു സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു സൈഡിൽ കൂടി ഉൾവശത്തേക്ക് ഇതുപോലെ മടക്കിയിട്ടാണ് നമുക്ക് പ്രസ് ചെയ്ത് വെക്കേണ്ടത്. ബ്ലൗസ് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതുപോലെയാണ് ഉണ്ടാവുക. ഇനി നമുക്കിത് ഹെമ്മിങ് ചെയ്യാം. ഹെമ്മിങ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഈ ഒരു ഹെമ്മിങ് ഒക്കെ വരുന്നത് കാണിച്ചു തരാം.
അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു പീസിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ ഹെമ്മിങ് ചെയ്ത് തുടങ്ങുകയാണ്. കണ്ടോ, ഇതുപോലെ ഹെമ്മിങ് ചെയ്യുന്നു. ഇനി നമുക്ക് ഇവിടെ കണ്ടോ ഈ ഒരു ഡാർട്സിൻ്റെ ഭാഗം കണ്ടോ, നമ്മൾ ഇവിടെ ഒരു ചെറിയൊരു പ്ലീറ്റ് കൊടുത്തിട്ടില്ലേ, ആ ഒരു പ്ലീറ്റിനെ നമുക്കൊന്ന് നിവർത്തി കൊടുക്കാം. കണ്ടോ, ഈ ഒരു പ്ലീറ്റിനെ നമ്മൾ പ്ലീറ്റ് പോലെ തന്നെ ചെയ്യാതെ ഇതുപോലെ ഒന്ന് നിവർത്തി കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ അവിടെ കറക്റ്റ് നമ്മൾ ഹെമ്മിങ് ചെയ്തെടുക്കുന്നു. കണ്ടോ, ഇതുപോലെ ഹെമ്മിങ് ചെയ്തെടുക്കുന്നു. കണ്ടോ, ഇനി നമുക്ക് രണ്ടാമത്തെ ഈ ഒരു ഡാർക്ക് സൈഡിലും നമ്മൾ കൊടുത്തിട്ടുള്ള ഈ ഒരു പ്ലീറ്റിലെ ചെറിയൊരു പ്ലീറ്റിനെ കറക്റ്റ് നിവർത്തി വെച്ചതിന് ശേഷം കണ്ടോ, ഇവിടെയുള്ള ഈ ഒരു പ്ലീറ്റിനെ ഇവിടെ കറക്റ്റ് നിവർത്തി വെച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ ഹെമ്മിങ് ചെയ്യാം. ഇതുകൊണ്ടാണ് പറഞ്ഞത് ചെറിയൊരു പ്ലീറ്റ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. കണ്ടോ, നമ്മളിത് ഹെമ്മിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, നമുക്കിതുപോലെ നല്ല വൃത്തിയോടുകൂടി നമുക്കിതുപോലെ ഹെമ്മിങ് ചെയ്ത് എടുക്കാൻ കഴിയും. കണ്ടോ, നമ്മൾ ആ ഒരു പ്ലീറ്റ് കൊടുത്ത ഭാഗത്തൊക്കെ നമുക്ക് നല്ല വൃത്തിയോടുകൂടി ഹെമ്മിങ് ചെയ്ത് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ബാക്ക് പാർട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ